ഇനി 1.5 മിനിറ്റേ ഉള്ളൂ, 1.5 മിനിറ്റൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കും എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നടുക്കം ഉണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ജീവിക്കാനുള്ളൊരാഗ്രഹമുണ്ട്. എനിക്ക് എല്ലാം മടുത്തു എന്നൊക്കെ പറയുന്ന ഒരാളും ജീവിക്കുക, മരണമെടുത്തു എന്ന് വരുമ്പോൾ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു തത്രപ്പാടുണ്ട്. മോഹൻലാലിൻ്റെ പ്രസിദ്ധമായൊരു സിനിമയിൽ ലാല് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തെ തൂക്കി കൊല്ലാൻ പോവാണ്, എന്നെ കൊല്ലാതിരിക്കാൻ വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതുപോലെ വല്ലാത്തൊരു ചോദ്യമാണ്. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, മനുഷ്യ നിനക്കിനി 1.5 മിനിറ്റ് പോലും ഇല്ല, 89 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ജീവിക്കാൻ. ഇതെന്താ സംഭവം? അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതെ, നേരത്തെ മോഹൻലാലിൻ്റെ ഇത് പറഞ്ഞപ്പോൾ അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ തൂക്കുകാരനൊക്കെ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവി ഇല്ലല്ലോ. പക്ഷെ അപൂർവം ചില ആളുകൾക്കാണ് വെയിറ്റൊക്കെ കൂടിയിട്ടുള്ളത്. ഈ KPR ഗോപാലിനെ വധശിക്ഷയ്ക്ക് വിധിച്ച ശേഷം അദ്ദേഹത്തിന് 6 കിലോ കൂടി എന്ന് ഗോപാലിൻ്റെ ചരിത്രത്തിലുണ്ട്. ഉള്ളതാണോ? ഗോപാലനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഥകളിലുണ്ട്. നമ്മൾക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും അല്ല, ഓരോ ആളുകളെ വീരപുരുഷന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ അവധാനങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല, ഇനി മരിക്കാൻ പോവാണ്, ഇനി കൂടുതൽ കഴിക്കാം എന്നും വിചാരിക്കാമല്ലോ. അങ്ങനെയും ഇത് പറയുമ്പോൾ ഞാൻ ഇതുമായി ബന്ധമില്ലാത്തൊരു കാര്യം പറയട്ടെ. പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നാൽ, ഒരു ദിവസം സാനുമാഷമായി കഴിഞ്ഞ വർഷം, സാനുമാഷൻ അറിയാമല്ലോ, 93 വയസ്സൊക്കെ ആയി. സാനുമാഷൻ അറിയാവുന്നല്ലേ ചോദിച്ചാൽ, അതിൻ്റെ പ്രായം അറിയാമല്ലോ. എന്നാലും വളരെ ഷാർപ്പായ ഓർമ്മയാണ്. സാനുമാഷുമായി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സാനുമാഷ് എന്നോട് പറയുന്നു, അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും ചട്ടമ്പി സ്വാമി അങ്ങനെ പലരെയും കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു അയ്യങ്കാളിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അയ്യങ്കാളിയുടെ കാര്യം പറഞ്ഞു ഞാൻ എന്തൊക്കെയാണെങ്കിലും ഞാൻ പറഞ്ഞു, ഇത് മാഷ ഈ വില്ലുവണ്ടിയിൽ കയറി രാജാധികാരത്തെ വെല്ലുവിളിച്ച അയ്യങ്കാളി എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്നോട് സാനുമാഷ് പറഞ്ഞു, അയ്യങ്കാളി ഒരു വലിയ മഹാനാണ്, വലിയ വിപ്ലവം നടത്തിയ ആളാണ്. പക്ഷേ വില്ലുവണ്ടിയിൽ അയ്യങ്കാളി പോയിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ അതിന് ശേഷം അതേക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അയ്യങ്കാളി വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചു എന്ന് പറയുന്ന ആ ദിവസവും അതുമായി അടുത്ത ദിവസവുമുള്ള മിക്കവാറും എല്ലാ പത്രങ്ങളും ആർക്കൈവ്സിൽ പരിശോധിച്ചു. അയ്യങ്കാളിയുടെ സമരത്തെക്കുറിച്ചുണ്ട്, പക്ഷേ അത് വില്ലുവണ്ടിയിലായിരുന്നു എന്നൊരു വാർത്ത ഒരിടത്തും കണ്ടില്ല. പിന്നീട് ആ പല സമകാലികരായ പലരെഴുതിയ പല പുസ്തകങ്ങൾ വായിച്ചു. അപ്പോഴും ഈ വില്ലുവണ്ടി കഥയില്ല. അത് പിന്നീട് എപ്പോഴോ കൂട്ടിച്ചേർക്കപ്പെട്ടതാണോ എന്നൊരു സംശയമുണ്ട്. കൂട്ടിച്ചേർത്താലും കൂട്ടിച്ചേർത്തില്ലെങ്കിലും അയ്യങ്കാളി കേരളീയ നവോത്ഥാനത്തിന് നൽകിയ സംഭാവനകൾ അതിമഹത്തരമാണ്. പക്ഷേ ഇങ്ങനെ ഒരു വീരപുരുഷനെ കൂടുതൽ വീരപരിവേഷം കൊടുക്കാൻ നമ്മൾ ഒരുപാട് ആടയാഭരണങ്ങൾ അണിയിക്കും എന്ന് പറയുന്ന പോലെ ആയിരിക്കും KPR ഗോപാലനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതിന് ശേഷം 6 കിലോ കൂടി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടിയ അന്ന് ഇടിച്ച് റൊട്ടിയാക്കുന്ന കാലമാണ്. അതെ, അത് ബാലൻ്റെ കേസിലും തമിഴ്നാട്ടുകാരൻ ഈ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞപ്പോൾ തൂക്കം കൂടി എന്ന കഥയുണ്ട്. അദ്ദേഹത്തിനോടും ഞാൻ സംസാരിച്ചിരുന്നു. അതായത് ഈ തൂക്കുമരത്തിൽ നിന്ന് വധശിക്ഷ വിധിച്ച ശേഷം ചിലർ രാഷ്ട്രീയ കാരണങ്ങളാലും മറ്റും തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള 2-3 പേരെ അവതരിപ്പിക്കുന്ന ഒരു ഫീച്ചർ പണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ വേണ്ടി സംസാരിച്ച വിഷയത്തിലേക്ക് വരാം. അതെ, 1.5 മിനിറ്റിൽ മനുഷ്യ നിന്റെ ജീവിതം അവസാനിക്കും. ഇത് എല്ലാ കൊല്ലവും ഈ ആണവശാസ്ത്രജ്ഞന്മാർ അപ്പോഴത്തെ ഭൂമിയുടെ അവസ്ഥ, ലോകത്തിലെ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ, ഇപ്പോൾ ഇവർ കണക്കെടുക്കുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പോക്ക് ഇത് ഉൾപ്പെടെ കണക്കിലെടുത്തിട്ടുണ്ട്. ഇത് മനുഷ്യരാശിക്ക് നല്ലതല്ല എന്നുള്ള കാഴ്ചപ്പാടിലാണ്. അതിൻ്റെ പോക്ക് നിയന്ത്രണമില്ലാതെയാണ്. അതും കൂടി എടുത്തിട്ടുണ്ട് ഇത്തവണ. ജനുവരി 8-ാം തീയതി ആണ് ഈ ആണവ ശാസ്ത്രജ്ഞന്മാർ അവരുടെ ബുള്ളറ്റിനിൽ ഒരു കവറായിട്ടാണ്, ഈ ആദ്യവും അങ്ങനെയാണ് ചെയ്തത് അവർ, ഇനി എത്ര കാലം എന്നുള്ളത് ഈ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ 89 മിനിറ്റിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് ഇത് നശിച്ചു പോകും എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ ഭൂമി നാശത്തിനോട് അടുക്കുന്നു, മാനവരാശി നാശത്തിനോട് അടുക്കുന്നു എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ക്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ജനുവരി 28-ാം തീയതിയാണ് ഇത്തവണ അത് വന്നിരിക്കുന്നത്. ചില വർഷങ്ങളിൽ ഇത് പുറകോട്ട് പോകാറുണ്ട്, 1991 ഉദാഹരണത്തിന്. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് ഇത് 1 സെക്കൻഡ് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇത്തവണത്തെ വ്യത്യാസം. കഴിഞ്ഞ 2 വർഷം 90 സെക്കൻഡ് എന്നാണ് പറഞ്ഞിരുന്നത്. അതിപ്പോൾ 89 സെക്കൻഡ് കുറഞ്ഞു മാറ്റിയെടുത്തു. അപ്പോൾ ആഗോള
ഈ മാനവരാശിക്ക് ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ ഒരു കണക്കാണ് ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റമിക് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ബുള്ളറ്റിനിലാണ് ഇത് എല്ലാ കൊല്ലവും ഒരെണ്ണമാണ് ഇറക്കുക. അതിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തുടങ്ങിയത് ഓപ്പൺഹൈമർ, ഐൻസ്റ്റീൻ, യൂജിൻ റോബിനോവിച്ച്. അദ്ദേഹം ഈ യൂജിൻ റോബിനോവിച്ചിനെ പറ്റി അധികം ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം റഷ്യയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വം കിട്ടിയ ഊർജ തന്ത്രജ്ഞൻ ആണ്. ഈ ആണവ പരിപാടികളൊക്കെ ആയിട്ട് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അവസാനമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. 1947 മുതലാണ് ഈ ബുള്ളറ്റിനിൽ ഇത് പറയാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഒരു മെറ്റഫർ, ഒരു രൂപകം അല്ലേ, പ്രതിരൂപം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ സെക്കൻഡ് എന്ന് പറയുന്നത് അതൊരു പ്രവചനമല്ല, ഒരു രൂപകമാണ്. നിങ്ങൾ നശിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ 89 സെക്കൻഡ് എന്നുള്ളത് ഒരു റിയാലിറ്റി എന്നുള്ള നിലയ്ക്കല്ല അവതരിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ സാങ്കേതിക പുരോഗതി, സാങ്കേതിക വിദ്യയിലെ പുരോഗതി, ഇതൊക്കെ നിയന്ത്രണമില്ലാതെ പോകുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ദുരന്തമാണ് ഈ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇതിൽ പറയുന്നത്. ഓരോ വർഷവും ജനുവരിയിൽ അത് പറയും. ആണവായുധം, അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇത്രയുമൊക്കെയാണ് ഇത്തവണ കണക്കിലെടുത്തിരിക്കുന്നത്. 1947 ജൂണിൽ ഈ ക്ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ പാതിരയ്ക്ക് 7 മിനിറ്റ്, പാതിര കഴിഞ്ഞ് 89 സെക്കൻഡ് എന്നാണിപ്പോൾ. അന്ന് 1947 ജൂണിൽ ഇത് സെറ്റ് ചെയ്യുമ്പോൾ 7 മിനിറ്റ് എന്നുള്ളതായിരുന്നു. അതാണ് ഇപ്പോൾ 89 സെക്കൻഡായിട്ട് വന്നിരിക്കുന്നത്. കുറഞ്ഞത് പുറകോട്ട് 8 തവണ പോയിട്ടുണ്ട്. ഈ 1947 മുതൽ പുറകോട്ട് 8 തവണ പോയിട്ടുണ്ട്. മുമ്പോട്ട് 18 തവണയും പോയിട്ടുണ്ട്. മനുഷ്യൻ ദുരന്തത്തിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതാണ് കൂടുതൽ തവണയും വന്നിരിക്കുന്നത്. 1991 ഇത് 17 മിനിറ്റ് ആയിരുന്നു. അതാണ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പുറകോട്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 1991 സോവിയറ്റ് യൂണിയൻ ഇല്ലാതായത്. ഗോർബച്ചേവ് അത് ഒരു വലിയ സംഘർഷത്തിൻ്റെ സാധ്യത ഇല്ലാണ്ടായി, ശീതയുദ്ധം ഇല്ലാതായി എന്ന് ധരിച്ചിട്ടാണ് അന്ന് ഇത്രയും പുറകോട്ട് പോയത്, 17 മിനിറ്റ് പുറകോട്ട് പോയത്. 2017 150 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2.5 മിനിറ്റ് ആയിരുന്നു. 2018 2 മിനിറ്റ് ആയിരുന്നു. 2019 മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. 2020 100 സെക്കൻഡ് മുമ്പോട്ട് പോയിരുന്നു. 100 സെക്കൻഡ്, ഇപ്പോഴത്തെ 89. 2003 90 സെക്കൻഡ്, ഇപ്പോൾ 89 സെക്കൻഡ്. ഈ മൻഹാട്ടൻ പദ്ധതി, ഈ ആണവ ബോംബ് അമേരിക്കയിൽ ആദ്യം ഉണ്ടായ ആ പദ്ധതിയിൽ പങ്കെടുത്ത പല ആളുകൾക്കും നമ്മളിത് പ്രയോഗിച്ചു. ഇത് പക്ഷേ ശരിയായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം നിൽക്കും എന്നുള്ള ധാരണ അന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ടും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് കൊണ്ട് ബോംബിട്ടത്. ബോംബ് ഉണ്ടാക്കിയല്ലോ അവർ. അപ്പോൾ ഇത് പരീക്ഷിക്കണമല്ലോ എങ്ങനെ പ്രവർത്തിക്കുന്നു, അങ്ങനെ കൊണ്ടിട്ടതാണ്. അതിൻ്റെ വിഷമം നമ്മുടെ ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഓപ്പൺഹൈമർ. സഹസ്രസ്യ എന്നൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ അദ്ദേഹം എപ്പോഴും വായിക്കുന്നതൊക്കെയാണ്. അദ്ദേഹത്തിനും ഒക്കെ വലിയ വിഷമം ഉണ്ടായിരുന്നു, ഐൻസ്റ്റൈനും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്നവർ തീരുമാനിച്ചത്. ഹിരോഷിമ, നാഗസാക്കി ഒക്കെ അതിന് കാരണമാണ്. അവരൊരു മാസികയും ഇങ്ങനെ ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റമിക് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞതിനെ ഇറക്കാൻ തുടങ്ങി. അതിൻ്റെ കവറിലാണ് ഈ ചിത്രം ആദ്യം വന്നത്. അതിൽ അന്ന് അവർ പറഞ്ഞിരുന്നു നമ്മൾ നാശത്തിൻ്റെ വക്കിലാണ്, പുറകോട്ട് ഓരോ തവണയും പിൻവാങ്ങാനായിട്ട് നമ്മൾ താമസം വരുത്തുന്നത് നമ്മളെ ദുരന്തത്തിലേക്ക് അടുപ്പിക്കും എന്ന് അതിൽ പറഞ്ഞിരുന്നു. 1991 ഇതുപോലെ അമേരിക്കയും റഷ്യയും തമ്മിൽ നിരായുധീകരണ കരാർ വന്നു. അതുകൊണ്ടാണ് 17 മിനിറ്റ് പുറകോട്ട് പോയത്. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി, ശീതസമരം ഇല്ലാതായി. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ആണവശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നത് പുടിൻ 25 കൊല്ലം കൊണ്ട് ഭരിച്ചിട്ട് റഷ്യയെ 1991 അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുത്തിരിക്കുന്നു. എപ്പോഴും ഈ ആണവ ബോംബിനെ പറ്റി പുടിൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ചൈനയും ചെയ്യുന്നു. ചൈന ഇപ്പോൾ
ഈ 2025 കഴിയുമ്പോൾ ചൈനയുടെ പക്കൽ 1000 ആണവ ബോംബുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. മറ്റേ അമേരിക്കയുടെ കയ്യിലുള്ളതിൻ്റെയൊക്കെ ഒരു 5 ഇരട്ടി അതെ ഒക്കെ ചൈനയുടെ കയ്യിലുള്ളത് വരും. കാരണം അമേരിക്ക കുറെ കാലം അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിരുന്നില്ല. ഉള്ളത് അപ്ഗ്രഡേഷനൊക്കെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2000 പൗണ്ടിൻ്റെ ബോംബ് ഇസ്രയേലിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞതൊക്കെ. അപ്പോൾ 25 വർഷത്തെ ഭരണത്തിൽ പുടിൻ ആണവ ഭീഷണി ലോകത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഇവർ കാണുന്നത്. ഈ ബുള്ളറ്റിൻ്റെ സയൻസ് ആൻഡ് സെക്യൂരിറ്റി ബോർഡ് കഴിഞ്ഞ 1 വർഷത്തെ സംഭവങ്ങൾ വിലയിരുത്തിയിട്ടാണ് ഈ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ലോക നേതാക്കൾ ലോകത്തിന് സംരക്ഷണം നൽകുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ കാണുന്നത്. യുക്രൈൻ യുദ്ധം, ഇസ്രയേൽ, ഈ മിഡിൽ ഈസ്റ്റ് സംഘർഷം ഇപ്പോൾ നടന്നത്, ഹമാസിൻ്റെ ഒക്കെ, പിന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മിസ്ഇൻഫർമേഷൻ, വ്യാജ പ്രചാരണങ്ങൾ, കപട പ്രചാരണങ്ങൾ, ഡിസ്ഇൻഫർമേഷൻ, ഇതൊക്കെ, പിന്നെ ബയോളജിക്കൽ റിസർച്ച് അത് നിയന്ത്രണമില്ലാതെയാണ് പോകുന്നത്. ജൈവശാസ്ത്രജ്ഞന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കോവിഡ് മുതൽ അങ്ങനെയാണ്, നിയന്ത്രണമില്ലാതെയാണ് ബയോ ലാബുകൾ ലോകത്ത് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ AI ഒരു ഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്താൽ ഈ ജൈവ ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ സാധ്യതയുണ്ട്. ജൈവ ആയുധങ്ങൾ അതാണ് ഭീകരർ, തീവ്രവാദികൾ അത് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ഒരു തിരിച്ചുപോക്കില്ല, മറുമരുന്നില്ല. അതിന് ജൈവ ആയുധങ്ങൾ AI ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞാൽ അതിന് കൗണ്ടറില്ല. ഇതും കൂടി കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ 89 സെക്കൻഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സമയം 89 സെക്കൻഡായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കതിലൊരു പങ്കുമില്ല. ലോകത്ത് 5-10 ആളുകളാണ് മാനവരാശിയുടെയും ഭൂമിയുടെയും ജാതകം തീരുമാനിക്കുന്നത്. എത്ര കാലം ഭൂമി ഉണ്ടാവണം, എത്ര കാലം ഈ ഭൂമിയിൽ നമ്മളുണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് ദൈവമല്ല, ചെകുത്താനുമല്ല, ചില മനുഷ്യരാണ്. അവരുടെ എണ്ണം 2 കൈപ്പത്തിയിലെ വിരലുകളിൽ ഒതുങ്ങും. അതെ, ഇങ്ങനെയൊക്കെയാണ് നമ്മളും ഈ അന്തരീക്ഷത്തിലെയും കാലാവസ്ഥയിലെയും മാറ്റം കാണുന്നുണ്ട്. ഇന്ന് നേരെ നോക്കിയപ്പോൾ, വീട്ടിൽ നിന്ന് നേരെ നോക്കിയപ്പോൾ സന്തോഷം തോന്നി. കാരണം മാവ് പൂത്തിരിക്കുന്നു. സാധാരണ ഇത് നവംബറിലൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ ഫെബ്രുവരിയിലെങ്കിലും അങ്ങനെ സംഭവിച്ചത്. മാമ്പഴക്കാലം വരികയാണ്. പക്ഷേ മാമ്പഴക്കാലം എല്ലാ മനുഷ്യൻ്റെയും മുന്നിലുണ്ട്. പക്ഷേ 89 സെക്കൻഡേ ഉള്ളെങ്കിൽ എങ്ങനെ മാമ്പഴം ഉണ്ണും? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.